നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. കക്കടാശ്ശേരി കാളിയാർ റോഡിൽ വാഹനാപകടം, വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. പുന്നമറ്റ സ്വദേശി ആദിത്യനാണ് മരിച്ചത്. മൂവാറ്റുപുഴ മണ്ഡലത്തിൽ വോട്ട് വണ്ടി പ്രചരണം, വോട്ടർമാരെ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുക ലക്ഷ്യം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായാണ് വോട്ട് വണ്ടി പ്രചരണം ആരംഭിച്ചിരിക്കുന്നത്. നവചിന്ത കലാ സാംസ്കാരിക വേദി സാഹിത്യ സംഗമം സംഘടിപ്പിച്ചു. നാരങ്ങ മിഠായി പുസ്തകത്തിന്റെ പ്രകാശനവും നവചിന്ത അഖില കേരള കഥാമത്സര വിജയികൾക്ക് പുരസ്കാര വിതരണവും നടത്തി. SNDP യോഗം കടാതി ശാഖ ഗുരുപ്രസാദം യൂണിറ്റ് കുടുംബയോഗം നടത്തി. ശാഖ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ദിലീപ് എസ് കല്ല ഉദ്ഘാടനം ചെയ്തു. അടൂപ്പറമ്പ് കരവട്ടിക്കുടി ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രം ഉത്ര മഹോത്സവവും ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും ഫെബ്രുവരി 24 മുതൽ മാർച്ച് 4 വരെ നടത്തപ്പെടും. വാർത്തകൾ വിശദമായി. കക്കടാശ്ശേരി കാളിയാർ റോഡിൽ വാഹനാപകടത്തിൽ വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. പുന്നമറ്റം സ്വദേശി ആദിത്യനാണ് മരിച്ചത്. കാലാമ്പൂർ ഭഗവതി ക്ഷേത്രത്തിലെ ഗാനമേള കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് അപകടം. കക്കടാശ്ശേരി കാളിയാർ റോഡിൽ തിങ്കളാഴ്ച രാത്രി 11:30 അപകടത്തിൽ കടവൂർ പുന്നമറ്റം സ്വദേശി കോട്ടക്കുടിയിൽ ആദിത്യനാണ് മരിച്ചത്. കാലാമ്പൂർ ഭഗവതി ക്ഷേത്രത്തിലെ ഗാനമേള കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ ആദിത്യൻ സഞ്ചരിച്ചിരുന്ന ബൈക്കും എതിർദിശയിൽ വന്ന സ്കൂട്ടറും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ആദിത്യനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണപ്പെടുകയായിരുന്നു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. നെല്ലിക്കുഴി ഇന്ദിരാഗാന്ധി കോളേജിലെ BA 1ാം വർഷ വിദ്യാർത്ഥിയാണ് ആദിത്യൻ. സ്കൂട്ടർ ഉണ്ടായിരുന്ന കാലാമ്പൂർ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന 2 പേർക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഒരാളുടെ നില ഗുരുതരമാണ്. അപകടത്തെ തുടർന്ന് ഇരുവാഹനങ്ങളും പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. ഓടിക്കൂടിയ നാട്ടുകാരാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ. മൂവാറ്റുപുഴ മണ്ഡലത്തിൽ വോട്ട് വണ്ടി പ്രചരണം ആരംഭിച്ചു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മൂവാറ്റുപുഴ മണ്ഡലത്തിലെ വോട്ടർമാരെ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വോട്ട് വണ്ടി പ്രചരണം ആരംഭിച്ചിരിക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മൂവാറ്റുപുഴ മണ്ഡലത്തിൽ വോട്ടർമാരുടെ ബോധവൽക്കരണത്തിനായി വോട്ടുവണ്ടി പ്രചരണം ആരംഭിച്ചു. എല്ലാവരെയും വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വോട്ടുവണ്ടി പ്രചരണം ആരംഭിച്ചിരിക്കുന്നത്. മൂവാറ്റുപുഴ സിവിൽ സ്റ്റേഷനിൽ ആരംഭിച്ച വോട്ടുവണ്ടിയുടെ ഫ്ളാഗ് ഓഫ് RDO ഓഫീസിലെ സീനിയർ സൂപ്രണ്ട് സതീശൻ KS നിർവഹിച്ചു. ജനങ്ങൾക്ക് ഈ VVPAT വോട്ടിംഗ് മെഷീനും പരിചയപ്പെടുത്തുന്നതിനും അതിന് എല്ലാ ദിവസവും ഓരോ ജംഗ്ഷനിലും VVPAT വോട്ടിംഗ് മെഷീനും കൊണ്ടുപോയി ജനവാസ കേന്ദ്രങ്ങളിലും അതുപോലെ കോളനികൾ, കോളേജുകൾ തുടങ്ങിയ പ്രധാന സിറ്റികൾ എല്ലായിടത്തും ഇതിൻ്റെ ഒരു ആശങ്ക അകറ്റി, അതായത് ജനങ്ങൾക്ക് വളരെ സൗഹൃദമായിട്ട് വോട്ട് ചെയ്യുന്നതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വോട്ട് വണ്ടി ഇവിടെ പര്യടനം ആരംഭിച്ചിരിക്കുന്നത്. മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ജനവാസ കേന്ദ്രങ്ങൾ, കോളേജുകൾ, കോളനികൾ, മറ്റ് സ്റ്റേഷനുകൾ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് വോട്ടുവണ്ടി പ്രചരണം നടത്തുന്നത്. വോട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് പുതുതലമുറയെ കാണിക്കുന്നതിനും അവർക്ക് ബോധവൽക്കരണം നൽകുന്നതിനും ആളുകളെ വോട്ട് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട് വരുന്ന സംശയങ്ങൾ ദൂരീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വോട്ടുവണ്ടി പ്രചരണം നടത്തുന്നത്. മൂവാറ്റുപുഴ മണ്ഡലത്തിലെ പര്യടനം പൂർത്തിയായാൽ പിറവം മണ്ഡലത്തിലും വോട്ടുവണ്ടി പ്രചരണം നടത്തും. വോട്ടിംഗ് മെഷീന്റെ ഭാഗമായുള്ള വാലറ്റ് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, VVPAT തുടങ്ങിയവ കാണുന്നതിനും ആളുകൾക്ക് പരിശോധിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും അവസരം ഒരുക്കിയിരിക്കുന്നു. ചടങ്ങിൽ ഇലക്ഷൻ വിഭാഗം ഡെപ്യൂട്ടി തഹസിൽദാർ സ്മിത, ഇലക്ഷൻ വിഭാഗം ജീവനക്കാരായ രഞ്ജിത്ത് കുമാർ, KK കബീർ, അനൂപ് കുമാർ, ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. അടൂപ്പറമ്പ് കരവട്ടിക്കുടി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഉത്ര മഹോത്സവവും സപ്താഹ യജ്ഞവും 24 മുതൽ. അടൂപ്പറമ്പ് കരവട്ടിക്കുടി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഉത്ര മഹോത്സവവും ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും 24 മുതൽ മാർച്ച് 4 വരെ നടക്കും.
പ്രതിഷ്ഠാദിന തിരുത്സവ ചടങ്ങുകൾ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കൈനിക്കര തൈക്കേടത്ത് നാരായണൻ നമ്പൂതിരിപ്പാടിന്റെയും ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ കറുകപ്പള്ളി ഇല്ലത്ത് സുരേഷ് നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തും. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. സാഹിത്യ സംഗമം സംഘടിപ്പിച്ച നവചിന്ത കലാ സാംസ്കാരിക വേദി മൂവാറ്റുപുഴ. നാരങ്ങ മിഠായി പുസ്തകത്തിന്റെ പ്രകാശനവും നവചിന്ത അഖില കേരള കഥാമത്സര വിജയികൾക്ക് പുരസ്കാര വിതരണവും ചടങ്ങിൽ നടത്തി. നവചിന്ത കലാ സാംസ്കാരിക വേദി മൂവാറ്റുപുഴയുടെ ആഭിമുഖ്യത്തിൽ സാഹിത്യ സംഗമം സംഘടിപ്പിച്ചു. ഡോക്ടർ അനു പാപ്പച്ചൻ രചിച്ച പെൺതിര എന്ന കൃതിയുടെ ചർച്ചയും NB അശ്വതിയുടെ നാരങ്ങ മിഠായി എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും നവചിന്ത നടത്തിയ അഖില കേരള കഥാമത്സര വിജയികൾക്ക് പുരസ്കാര വിതരണവും ചടങ്ങിൽ നടത്തി. പ്രശസ്ത എഴുത്തുകാരൻ MR രേണുകുമാർ നാരങ്ങ മിഠായിയുടെ പ്രകാശന കർമ്മം നിർവഹിച്ചു. വ്യത്യസ്തമായിട്ടുള്ള ലോകങ്ങളുടെ സ്വപ്നങ്ങളെ ഒക്കെ ചെറിയ ചെറിയ കഥകളായി വളരെ ലളിതവും സുന്ദരവും ആയിട്ടുള്ള നമ്മളോട് കൂട്ടുകൊടുക്കുമ്പോഴുള്ള കഥകളായി കാണാൻ പുസ്തകത്തിലൂടെ അതിന്റെ എഴുത്തുകാരി അവതരിച്ചിട്ടുണ്ട്. തീർച്ചയായും അത് വാങ്ങി നമ്മൾ കുട്ടികൾക്ക് വായിച്ചെടുക്കേണ്ടതാണ്. കഥകളുടെയും ചിത്രങ്ങളുടെയും ഒക്കെ മറ്റൊരു തനിമ നമ്മൾ ലോകത്തേക്ക് കുട്ടികളെ നമ്മൾ കൈപിടിച്ച് നടത്തേണ്ടത്. നമുക്കറിയാം ഇപ്പോഴത്തെ കുട്ടികളെ ഒരു തരത്തിലുള്ള കൗതുകം കൊണ്ട് കുട്ടികളെ അതിശയിപ്പിക്കാൻ കഴിയാത്ത ഒരു കാലത്താണ് പേരൻസ് എന്ന നിലയിൽ നമ്മൾ നിൽക്കുന്നത്. കാരണം ഈ സോഷ്യൽ മീഡിയ കേട്ടതല്ല, മൊബൈലിലോ അതുപോലുള്ള വിവര സാങ്കേതിക വിദ്യയിലോ ഒന്നും അങ്ങനെ പ്രതികരിക്കുന്നതാണ്. പക്ഷെ അത്തരം ലോകം കുട്ടികൾക്ക് നമ്മൾ അറിയാതെയും പ്രദാനം ചെയ്യുന്ന കൗതുകങ്ങളുള്ള ഭയങ്കരമായ കൗതുകങ്ങളുടെ ലോകമുണ്ട്. അതൊരു ബിന്ദിയ കെ ബാബു പുരസ്കാരം ഏറ്റുവാങ്ങി. പെൺതിര എന്ന കൃതിയുടെ ചർച്ചയും മാധ്യമപ്രവർത്തകൻ PB ബിജീഷ് അവതരണവും നടത്തി. കഥാകൃത്ത് പൊയാലി സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അഡ്വക്കേറ്റ് ബബിത TH, പ്രശസ്ത എഴുത്തുകാരൻ PM ഷുക്കൂർ, ചരിത്ര ഗവേഷകനും എഴുത്തുകാരനുമായ നസീർ അലിയാർ, പ്രാസംഗികരായ അബ്ദുൾ സമദ്, ഡേവിഡ് ചെറിയൻ, ബിജിലി പ്രവീൺ, സിനി ആർട്ടിസ്റ്റ് അമാന ശ്രീനി എന്നിവർ പങ്കെടുത്തു. നവചിന്ത കലാ സാംസ്കാരിക വേദി ചെയർമാൻ സിജു വളവി പരിപാടികൾക്ക് നേതൃത്വം നൽകി. BR ശ്രീലേഖ വിജയികൾക്കുള്ള പുരസ്കാര സമർപ്പണം നടത്തി. MCS Hospital, we take care of your health. SNDP യോഗം കടാതി ശാഖയുടെ കീഴിലുള്ള ഗുരുപ്രസാദം യൂണിറ്റ് കുടുംബയോഗം. SNDP യോഗം 726 നമ്പർ കടാതി ശാഖയുടെ കീഴിലുള്ള ഗുരുപ്രസാദം യൂണിറ്റ് കുടുംബയോഗം സംഘടിപ്പിച്ചു. യോഗം ശാഖാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ദിലീപ് S. കല്ല ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് ഷാജി KS അധ്യക്ഷത വഹിച്ചു. ശാഖാ സെക്രട്ടറി ഷാജി MS മുഖ്യപ്രഭാഷണം നടത്തി. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ ഈസ്റ്റ് വാഴപ്പള്ളി തോട്ടത്തിൽ MB പോൾ പാപ്പച്ചൻ 97 നിര്യാതനായി. സംസ്കാരം ചൊവ്വാഴ്ച 3-ന് ഈസ്റ്റ് വാഴപ്പള്ളി സെന്റ് മാക്സിമില്യൻ കോൾബെ പള്ളിയിൽ നടത്തി. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.